സ്വർണ്ണക്കടകളിലും വിലപിടിപ്പുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ മോഷണം നടക്കുന്നത് പതിവ് സംഭവമാണ്. എന്നാൽ മൂർഖാൻ കടയിൽ നടന്ന മോഷണമാണ് ഇപ്പോൾ മുണ്ടക്കയം 35-ാം മൈലിലെ പ്രധാന ചർച്ച. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും. മുണ്ടക്കയം 35-ാം മൈലിൽ തട്ടാരു വടക്കേതിൽ TN ഗംഗാധരന്റെ മൂർഖാൻ കടയിൽ തമിഴ്നാട്ടിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്നിട്ട 9 കെട്ട് വെറ്റിലിയാണ് മോഷ്ടാവ് അപഹരിച്ചത്. കഴിഞ്ഞ 40 വർഷമായി മൂർഖാൻ കട നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് ഗംഗാധരൻ. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. കാഴ്ച പരിമിതിയുള്ള ഗംഗാധരന്റെ ഭാര്യ വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. മക്കളില്ലാത്ത ഈ ദമ്പതികൾക്ക് ബന്ധുക്കളുടെ സഹായത്തിലാണ് കഴിയുന്നത്. വീടിനോട് ചേർന്നുള്ള ചെറിയ കടയിലാണ് ഗംഗാധരൻ മൂർഖാൻ വിൽപ്പന നടത്തുന്നത്. ആഴ്ചയിൽ 2 തവണയാണ് വ്യാപാരിയിൽ നിന്നും വെറ്റില വാങ്ങുന്നത്. ഭാര്യ കിടപ്പ് രോഗിയായതുകൊണ്ട് ഗംഗാധരന് ഇവരെ തനിച്ചാക്കി പുറത്തു പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് വണ്ടിക്കാരോട് നേരിട്ട് വെറ്റില വാങ്ങുകയാണ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന കടയ്ക്ക് മുന്നിൽ വെച്ചിട്ട് പോയ വെറ്റിലക്കെട്ടാണ് മോഷ്ടാവ് അപഹരിച്ചത്. 1600ഓളം രൂപയെ ഇതിന് വില വരികയുള്ളൂവെങ്കിലും തന്റെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയ മോഷ്ടാവിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗംഗാധരൻ പെരുവന്താനം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. 11:30 മണിയായപ്പോൾ ഇവിടെ വെച്ച കൊണ്ട് വെച്ചു. നമ്മുടെ കിഴക്ക് ഇവിടെ കട്ടപ്പനയുള്ളൊരു കക്ഷി ആയിൽ വെച്ച കൊണ്ടുവരുന്നത്. അവരിവിടെ കൊണ്ടുവന്ന് ഒരു 11 മണിയാകുമ്പോൾ 11:30 ആകുമ്പോൾ വെച്ച ഇറക്കിച്ച് പോകും. ഇറക്കിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നേരം വിളിക്കുമ്പോൾ തുറക്കുമ്പോൾ വെച്ച ഇവിടെ ഇരിക്കും, അടുത്ത് ഇവിടെ വെക്കും. പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ ആ 8 കെട്ട് വെറ്റയും പിന്നെ വേറെ ഒരു കെട്ട് വെറ്റ അയാളെ കെട്ടിയെന്ന് എടുത്ത് അങ്ങനെ 9 കെട്ട് വെറ്റ കാണാതെ പോയി. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. 40 വർഷമായി. അതാദ്യമായിട്ടാണ്. ഇത് എൻ്റെ ഉപജീവനമാർഗമായത്, അല്ല വേറെ ഒന്നുമില്ല. വീട്ടിൽ തന്നെ മെമ്മറോത്ത് മാത്രമേ ഉള്ളൂ. അവൾക്ക് മെമ്മറി ഇല്ല കിടക്കുക. ഇത്ര ഗതികെട്ട കള്ളനോ എന്ന ചോദ്യമാണ് ഇപ്പോൾ 35-ാം മൈൽ നിവാസികൾ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.